ഒരാളുടെ ഫിസിക്കിന് ഏറ്റവും ഭംഗി പ്രദാനം ചെയ്യുന്ന ഒരു ഭാഗമാണ് ചെസ്റ്റ്. ചെസ്റ്റിന് നമുക്ക് എല്ലാവർക്കും ഫേവററ്റ് ആയിട്ടുള്ള ഒരുപാട് എക്സസൈസസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 4 വർക്കൗട്ടാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒളിമ്പിക് ബെഞ്ച് പ്രസ്സാണ്. ഒളിമ്പിക് ബെഞ്ച് പ്രസ് എന്ന് പറയാനായിട്ട് കാരണം ഇതൊരു പവർ ലിഫ്റ്റിംഗ് ഇവൻറ്റ് കൂടെ ആയതുകൊണ്ടാണ് അതിനെ നമ്മൾ ഒളിമ്പിക് ബെഞ്ച് പ്രസ് എന്ന് പറയാനായിട്ട് കാരണം ഇതിന് യൂസ് ചെയ്യുന്ന റോഡ് എന്ന് പറയുന്നത് ഒളിമ്പിക് റോഡാണ്. ഇപ്പോൾ ഇതിൽ ഞാൻ 10-10 വെയിറ്റാണ് ഇട്ടുള്ളത്. ഇതിൻ്റെ റോഡിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 20 kg ആണ്. ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ എപ്പോഴായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ നമ്മൾ കിടക്കുന്നതിൻ്റെ സെറ്റപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും കാല് തറയിൽ ഫേമായിട്ട് ചവിട്ടുക. ഇതിൽ ആക്ച്വലി സ്പീക്കിംഗ് 3 അറ്റാച്ചിങ് പോയിൻറ്റ്സ് ആണുള്ളത് ബെഞ്ചുമായിട്ട്. നമ്മുടെ ഗ്ലൂട്ട്സ്, നമ്മുടെ സ്കാപ്പുലർ റീജിയൻ, നമ്മുടെ അപ്പർ ബാക്ക് റീജിയൻ, പിന്നെ നമ്മുടെ തലയുടെ പുറംവശം. അപ്പോൾ ഇത്രയും ഭാഗമാണ് ശരിക്കും നമ്മൾ ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ കോൺടാക്ട് പോയിന്റിലായിട്ട് വരേണ്ടത്. ഇത്രയും പോയിന്റ് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കിടന്നിട്ട് നമ്മുടെ അപ്രോപ്രിയേറ്റ് ഗ്രിപ്പ്, അതായത് നമ്മുടെ ഷോൾഡർ വിഡ്ത്തിനെക്കാട്ടിയും വൈഡായിട്ടുള്ളൊരു ഗ്രിപ്പാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ കിടന്ന് ഞാൻ പറഞ്ഞ പോയിന്റുകൾ ശ്രദ്ധിച്ചതിന് ശേഷം ചെയ്യേണ്ടത് നമ്മൾ ആ ഗ്രിപ്പ് ഹോൾഡ് ചെയ്യുക. ഗ്രിപ്പ് എപ്പോഴും തമ്പ് ഇങ്ങനെ തന്നെ ഹോൾഡ് ചെയ്യുക, ഒരിക്കലും ഗ്രിപ്പ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത്. കാരണം ഇതിലാണ് ഒരുപാട് ഇഞ്ചുറീസ് ആൾക്കാർക്ക് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കിടക്കുമ്പോൾ എപ്പോഴും ഷോൾഡർ ട്രാക്ഷൻ എപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ത്രൂ ഔട്ട് ദ മൂവ്മെൻറ്റ്. കിടക്കുമ്പോൾ ആ സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ ലെവലും ബാറിൻ്റെ ലെവലും ഒരേ ലൈൻ ഓഫ് ആക്ഷനിൽ തന്നെ ആയിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിച്ച് ഗ്രിപ്പ് ഹോൾഡ് ചെയ്ത് ഒരാളുടെ ഷോൾഡർ മൊബിലിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും അയാൾക്ക് എത്രത്തോളം താഴോട്ട് ഇറക്കാൻ പറ്റും എന്നുള്ളത്. ഷോൾഡർ മൊബിലിറ്റി കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ, അതായത് ചെസ്റ്റിൽ തട്ടിച്ചെന്നെ എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ആ ഒരു പാരലൽ റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുക, അതായത് എബവ് ദ ചെസ്റ്റ് ലെവൽ എന്ന് പറയുന്ന ഒരു റേഞ്ചിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മുകളിലേക്ക് പുഷ് ചെയ്യാം. അല്ലാതെ കംപ്ലീറ്റ് റേഞ്ച് ഓഫ് മോഷനിൽ പോകാൻ പറ്റും. ഷോൾഡറിന് പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറക്കി തന്നെ നമുക്ക് ഈ വർക്കൗട്ട് ഫിനിഷ് ചെയ്യാം. ബാർബിൾ ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബാർബിളിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും പ്ലേറ്റ് ലോഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴും സേഫ്റ്റി ക്ലിപ്സ് യൂസ് ചെയ്യുക. ഇപ്പോൾ പറഞ്ഞ ഇത്രയും സെറ്റപ്പ് കറക്റ്റ് ഫോമിലും ടെക്നിക്കിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു 10 to 12 റെപ്സ് മാക്സിമം എന്നുള്ളൊരു റെപ്പ് റേഞ്ച് ഫോക്കസ് ചെയ്യുക. സെറ്റ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് മാക്സിമം ഒരു 3 സെറ്റ്സ്. നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ 3 സെറ്റ്സ് ധാരാളമാണ്. 5-6 സെറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് പ്രോഗ്രസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ടെക്നിക്ക് നിങ്ങൾ നല്ലതായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് പ്രോഗ്രസ് ചെയ്ത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. രണ്ടാമതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന വർക്കൗട്ട് കേബിൾ ക്രോസ് ഓവേഴ്സാണ്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമുക്ക് ചെസ്റ്റ് ചെയ്യുമ്പോഴും പ്രത്യേക ഓർഡറൊന്നുമില്ല. വർക്കൗട്ട് ഇന്ന വർക്കൗട്ട് തന്നെ ഇന്ന ചെയ്യണം, ഇത് കഴിഞ്ഞാൽ ഉടനെ ഇത് ചെയ്യണം, അങ്ങനെ വർക്കൗട്ടൊന്നുമില്ല. അത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന വർക്കൗട്ട് എന്ന് പറയുന്നത് ചെസ്റ്റിൻ്റെ കേബിൾ ക്രോസ് ഓവർ എന്ന് പറയുന്ന വർക്കൗട്ടാണ്. കേബിൾ ക്രോസ് ഓവറിൽ ഒരുപാട് വേരിയേഷൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഏത് വേരിയേഷൻ ചെയ്തതിന് ശ്രദ്ധിക്കാൻ മെഷീൻ്റെ സെൻറ്റർ പൊസിഷനിലാണ് നമ്മൾ നിൽക്കുന്നത്, ഗ്രിപ്പ് പ്രോപ്പറായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 2 കാല് ഒരുമിച്ച് നിൽക്കാം. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് ഒരു കാല് സപ്പോർട്ട് കൊടുത്ത് ഫ്രണ്ടിലോട്ട് ചവിട്ടി നിൽക്കാം. ഓക്കെ, ഇത് നോർമലി ഫ്ലൈ മോഡലിൽ ചെയ്യാം. അല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രസ്സിങ് ഫോർമാറ്റിൽ ചെയ്യാം. ഇതിൻ്റെ ആംഗിളൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാം. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ ചെസ്റ്റ്, ഇന്നർ പെക്ക് മസിൽസിനെയും കൂടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. തീർച്ചയായിട്ടും ഇതൊരു കണ്ടീഷനിങ് വർക്കൗട്ടും കൂടെയാണ്. അപ്പോൾ നോർമലി കോമ്പറ്റീഷനൊക്കെ ചെയ്യുന്നവർ ഇപ്പോൾ സ്റ്റേജ് കണ്ടീഷനിങ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ളൊരു ഒത്തിരിയും റെപ്പറ്റീഷൻസ് ഫോക്കസ് ചെയ്യുന്ന വർക്കൗട്ടുകളൊന്നാണ് കേബിൾ ക്രോസ് ഓവർ എന്ന് പറയുന്ന വർക്കൗട്ട്. അപ്പോൾ ഇതിൻ്റെ നോർമൽ ഫോം എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷം എപ്പോഴും ഷോൾഡറിൻ്റെ ഈ ഒരു ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഫിനിഷിംഗ് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെ വരും. കണ്ടോ, ഇതിപ്പോൾ ഞാൻ കേബിൾ ക്രോസ് ഓവർ പ്രസ്സിങ് മൂവ്മെൻറ്റാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇഷ്ടമുള്ള മൂവ്മെൻറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ഫ്ലൈ മൂവ്മെൻറ്റും കൂടെ ഞാൻ എൻ്റെ വേരിയേഷൻ ഞാൻ കാണിച്ചു തരാം. ഇത് പ്രസ്സിങ് മൂവ്മെൻറ്റാണ്. ഞാൻ പെക്ക് മസിൽസിന് മാത്രം ഫോക്കസ് ചെയ്ത് താഴേക്ക് പ്രസ് ചെയ്യാണ്. ഇതിൻ്റെ ഫ്ലൈ മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കണ്ടോ, ഈ ലെവലിൽ തന്നെ, ഷോൾഡറിൻ്റെ ഈ ലെവലിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യും. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. കണ്ടോ, ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. മൂന്നാമതായിട്ട് ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് ഡംബൽ ഫ്ലൈസും. ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ഡംബൽ പ്രസ്സും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഡംബൽ ഫ്ലൈസും ഇൻക്ലൈൻ ഡംബൽ പ്രസ്സുമാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ചെസ്റ്റിനുള്ള വേറൊരു വർക്കൗട്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്രിപ്പ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കണം നമ്മുടെ ഗ്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നമ്മൾ ഡംബൽ ഹോൾഡ് ചെയ്ത് കാലിൽ വെച്ച് നമ്മൾ വെയിറ്റ് ലോഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആംഗിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ കറക്റ്റ് ആംഗിൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള അപ്പർ ചെസ്റ്റിൻ്റെ ആക്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇതും നമ്മുടെ എല്ലാ വർക്കൗട്ട്സും പോലെ മാക്സിമം 3 സെറ്റ്സ് മാത്രം ചെയ്യുക. ഒരു 10 to 15 റെപ്പ് റേഞ്ച് എന്നുള്ള
രീതിക്ക് ചെയ്യാം. വെയിറ്റ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ മൈൻഡ് മസിൽ കണക്ഷൻ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്രോഗ്രസ് ചെയ്യുക. ചെസ്റ്റിന് ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് 4 വർക്കൗട്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ചെസ്റ്റിനും ഇതുപോലെ ഒരുപാട് വർക്കൗട്ട്, മെഷീൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരിയും വർക്കൗട്ട് ഉണ്ട്, ഫ്ലൈസ് ഉണ്ട്, ഡിപ്സ് ഉണ്ട്, പുഷപ്സ്, അങ്ങനെ ഒരുപാട് വർക്കൗട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് വർക്കൗട്ട് സെലക്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അല്ല, നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ട് പ്രോപ്പർ ഫോമിലും ടെക്നിക്കലും ആണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മൈൻഡ് മസിൽ കണക്ഷൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ ഓരോ വർക്കൗട്ടിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം. നിങ്ങൾക്ക് പറ്റുന്ന സ്യൂട്ട് ചെയ്യുന്ന വർക്കൗട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതിനെപ്പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ